അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ചെറിയ പെരുന്നാളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. ഇന്ന് രാത്രിയും നാളെ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് വരെയും നാം തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. വയുസന്നു തക്ബീറു ഫി ഈദിൽ ഫിത്രി മിനൽ ഗുറൂബി ഇലാ അൻ യുഹ്രിമൽ ഇമാമു ഇൻ സ്വല്ലാ ഫി ജമാഅത്തിൻ വ ഇലാ ഇഹ്റാമിഹി ഇൻ സ്വല്ലാ മുൻഫരിദൻ. ചെറിയ പെരുന്നാളിൽ സൂര്യൻ അസ്തമിച്ചതു മുതൽ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ, ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ, ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ തക്ബീറുകൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. വ ഇല സവാലി ഇല്ലം യുസല്ലി. ഇനി ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ ഉച്ചവരെ തക്ബീറുകൾ ചൊല്ലൽ സുന്നത്താണ്. ഇന്ന് രാത്രി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 300 പ്രാവശ്യം ചൊല്ലാൻ കഴിയുന്നവർക്ക് അത് ചൊല്ലാം. അത് വളരെയധികം പുണ്യമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ നന്നായി കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. വെള്ള വസ്ത്രമാണെങ്കിൽ വളരെ നല്ലത്. അതിനുശേഷം ഭക്ഷണം കഴിക്കുക. ഒരു മാസം നാം നോൻപനുഷ്ഠിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുൻപ് ഭക്ഷണം കഴിക്കൽ സുന്നത്തുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപായി ഫിത്ർ സക്കാത്ത് കൊടുത്തു തീർക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചെറിയ പെരുന്നാൾ നിസ്കാരം പുരുഷന്മാർക്കാണെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് സൗകര്യപ്പെടുന്നവർ വീട്ടിൽ വച്ച് ജമാഅത്തായി നിസ്കരിക്കുക. വീട്ടിലുള്ള പുരുഷന്മാർ ഒരു ജമാഅത്തും സ്ത്രീകൾ മറ്റൊരു ജമാഅത്തുമായി അങ്ങനെ നിസ്കരിക്കാം. അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇമാമ് നിന്ന് അദ്ദേഹത്തെ തുടർന്ന് മറ്റു പുരുഷന്മാർക്കും വീട്ടിലുള്ള സ്ത്രീകൾക്കും നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ വെച്ചാണെങ്കിലും നിസ്കാരത്തിന് ശേഷം ഖുതുബ ഓതൽ സുന്നത്തുണ്ട്. സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ, സ്ത്രീകൾ മാത്രമാണ് ആ ജമാഅത്തിലുള്ളതെങ്കിൽ അവർക്ക് നിസ്കാര ശേഷം ഖുതുബ ഓതൽ സുന്നത്തില്ല. എന്നാൽ ഒരു പുരുഷൻ ഇമാമ് നിൽക്കുകയും സ്ത്രീകൾ
മഅ്മൂമത്തുകളായി നിൽക്കുകയും ചെയ്തതാണെങ്കിൽ ആ നിസ്കാരത്തിന് ശേഷം ആ പുരുഷൻ ഖുതുബ ഓതൽ സുന്നത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉസ്വല്ലി സുന്നത്ത ഈദിൽ ഫിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ കഅബത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാമി. ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് അദായി അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമിനോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അതിനുശേഷം വജ്ജഹത്ത് ഓതുക. അതിനുശേഷം 7 തക്ബീറുകൾ ചൊല്ലൽ സുന്നത്താണ്. ആ തക്ബീറുകൾ ഒഴിവാക്കിയത് കൊണ്ട് നിസ്കാരം ശരിയാവാതിരിക്കുകയില്ല. അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്, അതുകൊണ്ട് ചെയ്യണം. ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ചില ബിദ്അത്തുകാർ അത് സുന്നത്തില്ലെന്ന് വാദിക്കുന്നുണ്ട്. അത് ശരിയല്ല, അത് പ്രത്യേകം സുന്നത്താണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴ് തക്ബീറുകൾക്ക് ശേഷം അഊദു ബിസ്മി, പിന്നീട് ഫാത്തിഹ, അതിനുശേഷം സബ്ബിഹിസ്മ ഓതൽ സുന്നത്താണ്. അങ്ങനെ ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നാൽ അഊദുവിന് മുമ്പ് 5 തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ തക്ബീറുകൾക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ദിക്ർ ചൊല്ലണം. ഇതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഹൽ അത്താക്ക ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാനുണ്ട്. കുടുംബ സന്ദർശനം, ഇങ്ങനെ തുടങ്ങി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനാൽ നമ്മൾ യാത്രകളും സന്ദർശനങ്ങളും പരമാവധി കുറക്കണം. തീരെ വേണ്ട എന്നല്ല, കഴിയുന്നത്ര കുറക്കണം. നമ്മൾ പെരുന്നാളിൽ ആശംസ കൈമാറാറുണ്ടല്ലോ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പെരുന്നാൾ ആശംസ കൈമാറാവുന്നതാണ്. നമ്മുടെ പെരുന്നാൾ ആഘോഷം ആരാധനകളിലൂടെ ആയിരിക്കണം. ആഘോഷത്തിൻ്റെ ഭാഗമായി മോശമായ ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. വളരെ മാന്യമായ രീതിയിലായിരിക്കണം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. ഇസ്ലാമിലെ ആഘോഷങ്ങൾ അങ്ങനെയാണ്. വീട്ടിൽ നല്ല ഭക്ഷണമുണ്ടാക്കുകയും വീട്ടുകാർക്കും വീട്ടിൽ വരുന്നവർക്കും ആ ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നുള്ളത് ഈ പെരുന്നാളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പടക്കം പൊട്ടിക്കുക എന്നത് അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. എന്നാൽ
കുട്ടികൾ അവരുടെ താല്പര്യത്തിന് അല്പം പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ അതിന് വിരോധമില്ല. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മിതത്വം പാലിക്കണം. പ്രത്യേകിച്ച് COVID-19 ഭീതിയോടുകൂടെയാണ് നാം എല്ലാവരും കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം പ്രത്യേകം മിതത്വം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ പണം ധൂർത്തടിച്ച് കളയാതെ പെരുന്നാൾ ദിനത്തിലും പാവങ്ങളെ സഹായിക്കാൻ നാം തയ്യാറാവണം. ധാരാളം ആളുകൾ ഇപ്പോഴും പല ജില്ലകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. രോഗികളും അല്ലാത്തവരും. പ്രത്യേകിച്ച് ഈ കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സാന്ത്വനം നൽകാൻ നാം ഈ പെരുന്നാൾ സുദിനം ഉപയോഗപ്പെടുത്തണം. ആർഭാടങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എല്ലാ കാര്യങ്ങളിലും നാം നല്ല പക്വതയോടുകൂടെ ഇടപെടുക. പ്രത്യേകിച്ച് പുറത്തിറങ്ങുന്നത് പരമാവധി ചുരുക്കുക. യുവാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വളരെ നല്ല രീതിയിലായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.